the theories of incidence or theories of shifting. The first theory is the concentration theory, the second one is the diffusion theory, and the third one is the modern theory of demand and supply. We explain the first theory, that is in the concentration theory. It was developed by physiocrats in the 18th century, and they believed that all taxes ultimately concentrate on a particular kind of people. അപ്പോൾ 18th സെഞ്ച്വറിയിലെ ഫിസിയോക്രാറ്റ്സ് ആണ് കോൺസെൻട്രേഷൻ തിയറി കൊണ്ടുവരുന്നത്. അവർ സിംഗിൾ ടാക്സിനെ അഡ്വക്കേറ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്തിരുന്ന വ്യക്തികളാണ്. സിംഗിൾ ഫിസിയോക്രാറ്റ്സ് സ്കൂളിൽ കൂടുതലും സിംഗിൾ ടാക്സ്. അപ്പോൾ അവർ വിചാരിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ഈസ് ദ ഓൺലി പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി വിച്ച് അലോൺ ഈൽഡഡ് എ സർപ്ലസ്. അപ്പോൾ അഗ്രികൾച്ചർ ടാക്സിനെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ സിംഗിൾ ടൈപ്പ് ഓഫ് ടാക്സിനെയാണ് അവർ കൂടുതലും പ്രൊമോട്ട് ചെയ്തിരുന്നത്, ഫിസിയോക്രാറ്റ്സ് പ്രൊമോട്ട് ചെയ്തിരുന്നത്. അത് വളരെയേറെ വലിയൊരു ക്രിറ്റിസിസത്തിനെ വഴി തെളിച്ച ഒന്നാണ്. കാരണം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള വെൽഫെയർ പ്രോഗ്രാംസ് പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു സിംഗിൾ ടാക്സിൽ നിന്ന് മാത്രം വരുന്ന റവന്യൂ വെച്ചിട്ട് ഈ മൾട്ടിപ്പിൾ ആക്ടിവിറ്റിയിലേക്ക് വരുന്ന ഒരു എക്സ്പെൻഡിച്ചർ ഉണ്ട്. ആ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാനായിട്ടുള്ള റവന്യൂ ഇല്ലാത്ത ഒരവസ്ഥ വരും. സോ എ സിംഗിൾ ടാക്സ് advocated by the physiocrats are widely criticized. Okay. ഡിഫ്യൂഷൻ തിയറിയാണ്. ഡിഫ്യൂഷൻ തിയറിയിൽ പറയുന്നത് ടാക്സ് ഷിഫ്റ്റഡ് ആണ് അല്ലേ, ഒരു ടാക്സ് ഷിഫ്റ്റഡ് ആൻഡ് റീഷിഫ്റ്റഡ് ടിൽ ഇറ്റ്സ് ബേർഡൻ ഇവൻച്വലി ഗെറ്റ്സ് സ്കാറ്റേഡ്. അപ്പോൾ ഈ ഇക്കോണമിയിലെ അല്ലെങ്കിൽ എൻറ്റയർ സൊസൈറ്റിയിലെ എല്ലാവരും ഇതിൽ ഭാഗമാകുന്ന രീതിയിലുള്ള ഒരു ടാക്സ് സിസ്റ്റം, അതാണ് ഡിഫ്യൂഷൻ തിയറിയിലൂടെ ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, ഈച്ച് ഇൻഡിവിജ്വൽ ടാക്സ് ബേഴ്സ് ഓൺലി എ സ്മോൾ പോർഷൻ ഓഫ് ദ ടാക്സ്. പക്ഷെ ബേർഡൻ സ്കാറ്റേഡ് ആയിരിക്കും. അപ്പോൾ ഒരു ടാക്സ് ഇമ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടാക്സ് ഷിഫ്റ്റഡ് ചെയ്തു, വീണ്ടും റീഷിഫ്റ്റ് ചെയ്തു, അങ്ങനെ ബേർഡൻ ആ സൊസൈറ്റിയിലെ എൻറ്റയർലി സ്കാറ്റേഡ് ആവും. എവറി പേഴ്സൺ ബെയർസ് എ സ്മോൾ പോർഷൻ ഓഫ് ദ ടാക്സ്. അപ്പോൾ ഇവർ കൊടുത്തൊരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ലേക്കിലേക്ക് ഒരു സ്റ്റോൺ ഇടുന്നു, അപ്പോൾ അതിൽ വരുന്നൊരു സർക്കിൾസ് ഉണ്ട്. അങ്ങനെ ആ ഒരു അതിൻ്റെ ഇമ്പാക്റ്റ് അത് എല്ലാവരും വന്ന് ആ ഒരു ബേർഡൻ എല്ലാവരും ഒരേപോലെ എടുക്കുന്നു. അങ്ങനെ ബേർഡൻ എല്ലാവരും ഒരേപോലെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആ സാക്രിഫൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് ഷെയർഡ് ആയിട്ടുള്ളൊരു സാക്രിഫൈസ് ആയിരിക്കും. അപ്പോൾ അങ്ങനൊരു അതാണ് ഡിഫ്യൂഷൻ തിയറിയിൽ പറഞ്ഞു വയ്ക്കുന്നത്. Equilibrium is reached when the tax burden is so spread over that each one in the society bears an equal share. Okay. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ വൺ എസ്കേപ്പ് ഫ്രോം ഇറ്റ്സ് ഇൻസിഡൻസ്. എല്ലാവരും അതിനകത്ത് വരുന്നുണ്ട്. ഇമ്പാക്റ്റ് മാത്രം എല്ലാവരും ആ ബേർഡൻ, ആ മണി ബേർഡൻ അല്ലെങ്കിൽ ആ ഒരു സാക്രിഫൈസിലെ പാർട്ടിസിപ്പൻസ് ആണ്. അതാണ് ഡിഫ്യൂഷൻ തിയറിയിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. ഇതിൽ കൂടുതലും കമോഡിറ്റി ടാക്സ് ആണ്. നമ്മൾ ഫിസിയോക്രാറ്റ്സിൻ്റെ സിംഗിൾ ടാക്സിൽ കണ്ടത് ലാൻഡ് ടാക്സിനെയാണ് അവർ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം അഗ്രികൾച്ചർ ഈസ് ദ ഓൺലി ഫീൽഡ് ഇറ്റ്സ് പ്രൊഡക്റ്റീവ് ആയിട്ട് അവർ കണ്ടിട്ടുള്ളത് അതിന് മാത്രമാണ്. മോഡേൺ തിയറി ഓഫ് ഇൻസിഡൻസിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറിനെ ബേസ് ചെയ്തിട്ടാണ് പ്രൊഫസർ ഡാൾട്ടൺ ആണ് അത് പ്രൊമോട്ട് ചെയ്യുന്നത്. മോഡേൺ തിയറി ഓഫ് ടാക്സ് ഇൻസിഡൻസ് വാസ് ഡെവലപ്ഡ് ബൈ പ്രൊഫസർ ഡാൾട്ടൺ. ടാക്സ് ഷുഡ് ബി ഇമ്പോസ്ഡ് ഓൺ സർപ്ലസ്. സർപ്ലസിലാണ് ടാക്സ് ഇമ്പോസ് ചെയ്യേണ്ടത്. ആൻഡ് ഹി ബിലീവ്സ് ദാറ്റ് ടാക്സ് ഈസ് എ പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതുകൊണ്ട് തന്നെ അത് പ്രൈസിൽ എൻട്രി ചെയ്യും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ പാർട്ടാണ് എന്നുള്ളത് അവർക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ട് തന്നെ അത് പ്രൈസിലേക്ക് എൻട്രി ചെയ്യും. ഷിഫ്റ്റിംഗ് ഓഫ് ടാക്സ് ബേർഡൻ ഇമ്പോസിബിൾ ആകുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ പ്രൈസ് ട്രാൻസാക്ഷന് പോസിബിലിറ്റി ഇല്ല എങ്കിൽ ഷിഫ്റ്റിംഗ് ഓഫ് ടാക്സ് ബേർഡൻ എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിരിക്കും. അപ്പോൾ സർപ്ലസിന്മേലാണ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് വരുമ്പോഴും അത് പ്രൈസിലേക്ക് എൻട്രി ചെയ്യും. ഇപ്പോൾ ഷിഫ്റ്റിങ്ങും ഇൻസിഡൻസും എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രൈസിങ്. പ്രൈസിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻട്രാക്ഷൻ ഓഫ് മാർക്കറ്റ് ഫോഴ്സസ്. ഇൻട്രാക്ഷൻ ഓഫ് മാർക്കറ്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. ഓക്കെ, ഷിഫ്റ്റിങ്ങും ഇൻസിഡൻസും ഒക്കെ പോസിബിൾ ആകുന്നത് അല്ലെങ്കിൽ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രൈസിങ്ങിനെയാണ്. പ്രൈസിങ് ഡിപ്പെൻഡ് ചെയ്യുന്നത് മാർക്കറ്റ് ഫോഴ്സസിനെയാണ്. മാർക്കറ്റ് ഫോഴ്സസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. ദാറ്റ് ഇസ് ദ മാർക്കറ്റ് ഫോഴ്സസ്. ഓക്കെ, അപ്പോൾ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദി ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ നേച്ചർ ഓഫ് ടാക്സ് ഷിഫ്റ്റിംഗ്. ഷിഫ്റ്റിങ്ങിൻ്റെ പോസിബിലിറ്റി മനസ്സിലാക്കുന്നതിൻ്റെ ഡിമാൻഡും സപ്ലൈയും ഫാക്ടേഴ്സും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ,
The most important factors which affect demand and supply are the elasticity of demand and supply, the laws of returns, the market structure. മാർക്കറ്റ് സ്ട്രക്ചറിനെ കുറിച്ച് പറയുമ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒലിഗോപ്പൊളി മാർക്കറ്റ് സിസ്റ്റം അല്ലേ, ഇതെല്ലാം നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതിൽ തന്നെ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആൻഡ് ഒലിഗോപ്പൊളി. അപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചറിനെ കുറിച്ച് മനസ്സിലാക്കുന്നു, പ്രൈസിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കുന്നു, മാർക്കറ്റ് ഫോഴ്സസിനെ കുറിച്ച് മനസ്സിലാക്കുന്നു. എന്നിട്ടാണ് ഈ ഷിഫ്റ്റിങ്ങും ഇൻസിഡൻസിൻ്റെയും പോസിബിലിറ്റിയെക്കുറിച്ച് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, റൈറ്റ്. ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിൽ പ്രൊഫസർ ഡാൾട്ടൺ പറയുന്ന, നമ്മൾ പറഞ്ഞു ഇലാസ്റ്റിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ പറഞ്ഞൊരു വേർഡ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് വിച്ച് ഇഫക്ട് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർ ദി ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ആദ്യം പറഞ്ഞത് ഷിഫ്റ്റിങ്ങും ഇൻസിഡൻസും ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രൈസിങ്ങിനെയാണ്. പ്രൈസിങ് ഡിപ്പെൻഡ് ചെയ്യുന്നത് മാർക്കറ്റ് ഫോഴ്സസിനെയാണ്. മാർക്കറ്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലേ, നമ്മളിവിടെ പറയുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് which affect the demand and supply are elasticity of demand and supply, the laws of returns, market structure, അത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണോ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണോ. ഓക്കെ, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. പ്രൊഫസർ ഡാൾട്ടൺ പറയുന്നത് ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഡിവൈഡഡ് ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഓൺ ദ ബേസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. ഓക്കെ, അപ്പോൾ ആദ്യം പറയുന്നത് വെൻ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഇൻഫിനിറ്റി ആൻഡ് ദ ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ ഈസ് സീറോ. ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഇൻഫിനിറ്റി, ദാറ്റ് മീൻസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സിറ്റുവേഷൻ. വെൻ ദ ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ ഈസ് സീറോ, ദാറ്റ് മീൻസ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സിറ്റുവേഷൻ. ഓക്കെ, അതിൻ്റെ ഫിഗർ നമുക്കിവിടെ കാണാം. ആദ്യത്തെ ഫിഗറിൽ പറയുന്നത്, ഫിഗർ 1 എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഡിമാൻഡ് ഈസ് ഇൻഫിനിറ്റ്ലി, that is the demand is a perfectly elastic situation, and figure 2 is supply is perfectly inelastic and ES equal to 0, that's a perfectly inelastic situation. And third one ED equal to ES എന്നുള്ളതാണ്. when ED equal to ES, burden is equally divided between buyers and sellers. figure 5 ആണ് ഇതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, equal ആണ്, demand and supply is equal. This is the demand curve and this is the supply curve, right? When ES is greater than ED, elasticity of supply is greater than ED, more incidence is on buyers. When elasticity of demand is greater than ES, that means elasticity of demand is greater than the elasticity of supply, more incidence is on the sellers. This is explained in the figure 4. Okay, right? Figure 5, figure 6 and figure 4, right? Okay, and types of elasticity, perfectly elastic demand ആണെങ്കിൽ burden on buyers എന്ന് പറയുന്നത് 0 ആണ്. burden of sellers entirely burden upon sellersൻ്റെ അടുത്താണ്. perfectly inelastic supply ആയിരിക്കുമ്പോൾ burden of buyers എന്ന് പറയുന്നത് 0 ആണ്. entire burden എന്ന് പറയുന്നത് സെല്ലേഴ്സിൻ്റെ അടുത്താണ്. ഇനി പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആയിട്ടുള്ള ഡിമാൻഡാണ്. ഓക്കെ, അത് ബേർഡൻ എന്ന് പറയുന്നത് എൻറ്റയർലി ബേർഡൻ ഓൺ ബയേഴ്സ് ആണ്. സെല്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് 0 ആണ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ ആണ്, ബേർഡൻ എൻറ്റയർലി അപ്പോൾ ദ ബയേഴ്സ് ആണ്. സെല്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് 0 ആണ്. ഈക്വൽ ആണെങ്കിൽ രണ്ടിടത്തും ഈക്വൽ ആണ്. ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ ഗ്രേറ്റർ ആണെങ്കിൽ ഹയർ ബേർഡൻ ഓൺ ബയേഴ്സ്. ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഗ്രേറ്റർ ആണെങ്കിൽ ഹയർ ബേർഡൻ ഓൺ സെല്ലേഴ്സ് ആണ്. ഓക്കെ, താങ്ക് യു.